മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലൈംഗികാതിക്രമം ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് പിടികൂടി. 2 വർഷമായി ഇയാളാണ് കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ നൽകും മുംബൈയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഏറെ ഡിസ്റ്റർബിംഗ് ആയ കുറച്ച് വിഷ്വൽസ് ആണ് ഇപ്പോൾ വരുന്നത്. നാഗ്പൂരിൽ 10ാം ക്ലാസ്സുകാരിക്ക് നേരെയാണ് ഓട്ടോ ഡ്രൈവർ ഈ വിധം അതിക്രമം കാണിച്ചത്. നാഗ്പൂരിലെ ഓംകാർ നഗറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പെൺകുട്ടിയെ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ഇയാളാണ് സ്കൂളിൽ കൊണ്ടുപോയി തിരികെ വീട്ടിൽ എത്തിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന ദിവസം വൈകിട്ട് കുട്ടിയെ ഇയാൾ സ്കൂളിൽ നിന്ന് കൂട്ടി വീട്ടിലേക്ക് പോവുകയായിരുന്നു. മറ്റു കുട്ടികളും ആദ്യം ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് അവരെ ഇറക്കിയതിന് ശേഷം പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ വഴി മാറ്റി ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഇയാൾ ചെയ്തു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പെൺകുട്ടി അതിനെ ചെറുക്കുന്നതും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഒക്കെ തന്നെ ആ ദൃശ്യങ്ങളുണ്ട്. ഇത് ഒരു ദമ്പതിമാർ പകർത്തി എന്നതാണ് പോലീസ് പറയുന്നത്. ഈ ദൃശ്യങ്ങൾ മാറി നിന്ന് അവർ പകർത്തി അത് പിന്നീട് ഈ വലിയ തരത്തിൽ പ്രചരിക്കുകയും ചെയ്തു. അതേ തുടർന്നാണ് പോലീസ് ഉടനടി നടപടികൾ സ്വീകരിച്ചത്. ഓട്ടോ ഡ്രൈവറെ കണ്ടെത്തിയിട്ടുണ്ട്. 25 വയസ്സുകാരനാണ് പ്രതി എന്ന് പറയുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലൈംഗികാതിക്രമം ഉണ്ടായത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.